ഇന്നലെ തന്നെ ഈ മാത്യു കുഴൽനാടനും പി.സി. വിഷ്ണു അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പോലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല, നിയമസഭയിൽ ഭരണപക്ഷം തയ്യാറാകുന്നില്ല എന്നാണ്. അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ തെളിവുകൾ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ വെക്കുക എന്ന് പറയുന്നത്, പൊതുസമൂഹത്തിന് മുന്നിൽ പറയുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവുകൾ ആവശ്യമുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എക്സാലോജിക് ഇടപാടിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിടുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും സർക്കാരിനെ തള്ളിവിടുകയാണല്ലേ? കെ.പി. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം എന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ മാത്യു കുഴൽനാടൻ നോട്ടീസ് നൽകിയിരുന്നത്. പ്രധാനമായും അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. എന്നിരുന്നാൽ പോലും പ്രധാനമായും ഈ നോട്ടീസിൽ വേണ്ടത്ര രേഖകൾ ഇല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർ അതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് മാത്യു കുഴൽനാടനും പി.സി. വിഷ്ണുനാഥും മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് സ്പീക്കർ നിയമസഭയിൽ അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ അത് നിയമസഭയുടെ മീഡിയ റൂമിൽ ഉന്നയിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു പത്രസമ്മേളനം വിളിച്ചു പുറത്തുവിടുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുന്നത്. KPCC ആസ്ഥാനത്തോ മറ്റു ഒരു പത്രസമ്മേളനത്തിലുള്ള സാധ്യത എന്നുണ്ട്. എന്തായാലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടാണ് ഒരു അഴിമതി ആരോപണം എന്ന് പേര് പരാമർശിക്കാതെ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പുതിയ രേഖകളാണ് അദ്ദേഹം പുറത്തുവിടാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും എക്സാലോജിക്കൽ വീണ വിജയൻ നേരത്തെ കർണാടക ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഈ അന്വേഷണം SFIOയുടെ അന്വേഷണം തന്നെ തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പക്ഷേ അന്വേഷണം തടയുന്ന രീതിയിലേക്കൊന്നും എത്തിയില്ല. തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നൊരു നിർദ്ദേശം മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചത്. പക്ഷേ SFIO ആവശ്യപ്പെടുന്ന രേഖകൾ എക്സാലോജിക് ഹാജരാക്കണമെന്ന ഒരു കർശന നിർദ്ദേശവും കർണാടക ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് SFIOയുടെ അന്വേഷണത്തിൽ കൂടുതൽ രേഖകളും ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് KSIDCയുമായൊക്കെ ബന്ധപ്പെട്ട് എക്സാലോജിക് നടത്തിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് തന്നെ ഇത്തരത്തിൽ ഒരു എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് തന്നെ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ഭാര്യയ്ക്ക് ലഭിച്ച പെൻഷൻ തുക കൊണ്ടാണ് മകൾ ഇത്തരത്തിൽ കമ്പനി തുടങ്ങിയത്. പക്ഷേ ഈ ബാലൻസ് ഷീറ്റുമായി നോക്കുമ്പോൾ അത് പൊരുത്തപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഒരു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നും നിയമസഭ ചേരുന്നുണ്ട്. സപ്ലൈകോയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമായും ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധിയൊക്കെ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കാനുള്ള സാഹചര്യമുണ്ട്. ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രധാനമായും പ്രതിപക്ഷ MLA മാർ ഉന്നയിക്കും. എന്തായാലും മാത്യു കുഴൽനാടൻ എന്ത് രേഖയാണ് പുറത്തുവിടാൻ പോകുന്നത് എന്ന കാര്യവും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവാദവുമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായകമാണ്. സഭ നടക്കുന്ന സാഹചര്യത്തിൽ ആ സമയവും കൂടി പരിഗണിച്ചായിരിക്കും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി തന്നെ ഇത്തരത്തിൽ പുതിയ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കോടതിയുടെ ഇടപെടലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പുറത്തുവിടുന്ന രേഖയിൽ പുതുതായി എന്താണ് ഉള്ളത് എന്ന ഒരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണേണ്ടത്.